ഹലോ മച്ചാന്മാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ സൊമാറ്റോ ഡെലിവറി ബോയ് ആയതിനു ശേഷം ഒട്ടനവധി അനുഭവങ്ങളാണ് ഓരോ ദിവസങ്ങളിലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായ അനുഭവം എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഞാൻ ഇന്നലെ എടുത്തിരുന്നത് ഒരു 7 മണി ടു 12 മണി വരെയുള്ള ഗിഗായിരുന്നു. ഏകദേശം ഒരു 9-10 മണിയോട് കൂടി ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ കയറും. അതായത് അടുത്തുള്ള തട്ടുകടയിൽ നിന്ന് ദോശയൊക്കെയാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു, വൈകുന്നേരം ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് അടുത്ത് ഓർഡർ ചെയ്യുന്നത്. കാരണം നമുക്കൊരു 10 മിനിറ്റോളം നമുക്ക് ഓരോ ഗിഗുകളിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അതായത് നമുക്ക് എടുക്കാൻ പറ്റും, റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് എടുക്കാതെയാണ് ഞാൻ ആ ഒരു കഴിക്കാൻ കയറിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഓർഡർ അടിച്ചതുകൊണ്ട് ഞാൻ നേരെ പോയി ആ പുളിയന ഭാഗത്താണ് എനിക്കൊരു ഓർഡർ അടിച്ചിരുന്നത്. ചിക്കിങ്ങിൽ നിന്നായിരുന്നു കോതളങ്ങരയുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കൊണ്ടു ചെന്ന് നല്ല രീതിയിൽ ഗ്യാസ് വരുന്ന പോലെ ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ ഗ്യാസ് വന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഇളവൂർക്കവല ഭാഗത്തൊരു തട്ടുകടയുണ്ട്, അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചാൽ വന്നത്. അപ്പോൾ ഞാൻ വീട് കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടി. ലൊക്കേഷനിൽ കറക്റ്റ് ലൊക്കേഷനായിരുന്നില്ല, കുറേ വഴിയോടെയൊക്കെ പോയിട്ടൊക്കെയായിരുന്നു വിളിച്ചൊക്കെയാണ് അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോഴും വിശപ്പും ആ ഒരു കറക്റ്റ് ലൊക്കേഷനിലായതുകൊണ്ട് തന്നെ മനസ്സിൽ ദേഷ്യമൊക്കെ ആയിരുന്നു. ഞാനവിടെ ചെന്ന് കൊടുത്തപ്പോൾ ഒരു പെൺകുട്ടി, ഒരു 10-25-20 വയസ്സിനിടയിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ ഒരു ഓർഡർ എടുത്തിരുന്നത്. അപ്പോൾ ഞാനതവിടെ കൊടുത്തിട്ട് ഞാൻ അവളോട് പുളിയത്തിലേക്ക് നേരെ എടുപ്പ് വഴി ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ആളങ്ങോട്ട് വഴി കാണിച്ചു തന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോൾ അയ്യോ എന്നും പറഞ്ഞ് ആൾ മറന്ന രീതിയിൽ എനിക്ക് എന്നെ തിരിച്ച് വിളിച്ചു. അപ്പോൾ അങ്ങനെ കൈ ചുരുട്ടി പിടിച്ചിട്ട് ആളെന്നെ നേരെ നീട്ടി. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ടിപ്പായിരിക്കും എന്നാണ് കരുതിയത്. സാധാരണ തിരിച്ച് പോകുമ്പോൾ ടിപ്പോ തെരുതിരൊക്കെ തരാറുണ്ട് ആളുകൾ, ടിപ്പായിരിക്കും എന്ന് കരുതിയത്. അപ്പോൾ ആളിങ്ങനെ ഞാൻ ഇങ്ങനെ കൈ നീട്ടി കഴിഞ്ഞപ്പോൾ ആളെന്നോട് താഴ്മ തൊടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ആളതിങ്ങനെ കൈ നേരം ഇങ്ങനെയാക്കി. അത് കഴിഞ്ഞ് വീണ്ടും തൊടാൻ പറഞ്ഞു. വീണ്ടും തൊട്ട് കഴിഞ്ഞപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് 2 മിഠായി ഉണ്ടായിരുന്നു. 2 മിഠായി എന്ന് വെച്ചാൽ നമ്മളൊക്കെ ആദ്യം ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കാരോ വരുമ്പോൾ കൊണ്ടുതരുന്ന വലിയ ഇത്രയുള്ള മിഠായിയൊക്കെ ഉണ്ടാവില്ലേ, അത് ഒരെണ്ണം കഴിച്ച് തന്നെ വിശപ്പ് പോകാറ്. അടുത്തതിൽ 2 മിഠായി ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ടിപ്പിനേക്കാളും സന്തോഷം തരുന്നൊരു കാര്യമാണ്, നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ആ സമയത്ത് എന്താണ് ആഗ്രഹിച്ചത് അതാണ് അപ്പോൾ കിട്ടിയത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ അവിടെ നിന്ന് പോകുന്ന വഴി കഴിച്ചു, വീട്ടിലേക്ക് ഒരെണ്ണം കൊണ്ടുപോയി കൊച്ചിനും കൊടുത്തു. അപ്പോൾ നല്ല അനുഭവമായിരുന്നു അത്. ഇതുപോലെ ഒട്ടനവധി അനുഭവങ്ങൾ ഈ ഒരു സൊമാറ്റോ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. എന്തായാലും ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് വരാം.